മലയാളികളുടെ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ചുണ്ടിൽ മിക്കപ്പോഴും തത്തിക്കളിക്കുന്ന ചില ഗാനങ്ങളുടെ ആദ്യ വരികൾ ഞാനൊന്ന് മൂളുകയാണ്. ഞാനൊരു ഗായകനല്ലാത്തതിനാൽ ഇത് കേട്ട് ആരും നെറ്റി ചുളിക്കില്ല എന്ന ധൈര്യത്തിലാണ് ഈ സാഹസം. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഇതുപോലെ ആയിരക്കണക്കിന് പാട്ടുകൾ എഴുതിയ ഒരാളെ പരിചയപ്പെടുത്താനുള്ള ആമുഖമാണ് ഈ പാട്ടു സാഹസം. ആ വ്യക്തിയെ ഇപ്പോൾ തന്നെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. പിറവത്തിനടുത്ത് മുളക്കുളം എന്ന ഗ്രാമത്തിൽ 1920 ജനുവരി 19 പെരിയപ്പുറത്ത് കുടുംബത്തിൽ മാത്തൻ വൈദ്യൻ കുഞ്ഞേലി ദമ്പതികളുടെ 5ാമത്തെ സന്താനമായി പിറന്ന മാത്യു എന്ന മാത്തച്ഛൻ പിന്നീട് CMI സഭയിലെ വൈദികനായപ്പോൾ ആബേൽ എന്ന പേര് സ്വീകരിച്ചു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മാത്യു പെരിയപ്പുറം എന്ന പേരിൽ കർമ്മലകുസുമം മാസികയിൽ പ്രസിദ്ധീകരിച്ച അർത്ഥം അനർത്ഥം മൂലം എന്ന കവിതയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ രചന. 1948-49 കാലത്ത് സഭാധികാരികളുടെ നിർദ്ദേശപ്രകാരം ദിവ്യബലി സമയത്ത് വിശ്വാസികൾക്ക് ഉപയോഗിക്കാവുന്ന ഗാനങ്ങളും പ്രാർത്ഥനകളും സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു. ദിവ്യബലി എന്ന ഒരു ലഘുഗ്രന്ഥവും ദേവാലയ ഗീതങ്ങൾ എന്ന പേരിൽ ഒരു പാട്ടുപുസ്തകവും ബ്രദർ ആബേൽ രചിച്ചു. നവവൈദികനായ അദ്ദേഹം കോട്ടയത്ത് ദീപിക ദിനപത്രം ഓഫീസിൽ എഡിറ്റോറിയൽ ബോർഡിൽ നിയമിതനായി. തുടർന്ന് റോമിലെ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രാഷ്ട്രമീമാംസയിൽ ഡോക്ടറേറ്റും ജേർണലിസത്തിൽ ഡിപ്ലോമയും നേടിയ ശേഷം നാട്ടിൽ തിരിച്ചെത്തി. വീണ്ടും ദീപികയിൽ ചേർന്ന ആബേൽ ബാലജനസഖ്യത്തിൻ്റെ സ്ഥാപകനും മുഖ്യ സംഘാടകനും രക്ഷാധികാരിയുമായി. കൊച്ചേട്ടൻ എന്ന തൂലികാ നാമത്തിൽ ആബേലച്ചൻ ചുരുങ്ങിയ കാലം കൊണ്ട് ബാലലോകത്തിൻ്റെ കണ്ണിലുണ്ണിയായി. ലോകത്തിലാകെ 20ഓളം വിവിധ റീത്തുകളാണുള്ളത്. അവയിൽ ഏതാനും റീത്തുകൾ മാത്രമേ പൂർണ്ണമായും മാതൃഭാഷയിൽ ദേവാലയ കർമ്മങ്ങൾ നടത്തിയിരുന്നുള്ളൂ. 1962 സീറോ മലബാർ സഭയുടെ ആരാധനാക്രമം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു തുടങ്ങിയത്. 1960കളിൽ സഭയുടെ ആരാധനാക്രമങ്ങൾ തദ്ദേശീയ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തു തുടങ്ങിയപ്പോൾ ഈ യജ്ഞത്തിൽ സഹകരിക്കാൻ ആർച്ച് ബിഷപ്പ് ജോസഫ് പാറേക്കാട്ടിൽ ആബേലച്ചനോട് ആവശ്യപ്പെട്ടു. 65, 66, 67 വർഷങ്ങളിൽ ആബേലച്ചൻ ആരാധനാക്രമത്തിലെ സുറിയാനി ഗീതങ്ങൾ മൊഴിമാറ്റം നടത്തി. ഒരു ദശവർഷം കൊണ്ട് പ്രാർത്ഥനകളും പാട്ടുകളുമായി 2000ഓളം പേജ് വരുന്ന 20ൽ പരം സുറിയാനി പ്രാർത്ഥനാ പുസ്തകങ്ങൾ ആബേലച്ചൻ മലയാളത്തിലേക്ക് മാറ്റി. ഈണം കൊണ്ടും ആശയം കൊണ്ടും കാവ്യഭംഗി കൊണ്ടും വളരെ ഹൃദയസ്പർശിയാണ് അച്ഛൻ്റെ രചനകൾ. ആബേലച്ചൻ രൂപം കൊടുത്ത ക്രിസ്ത്യൻ ആർട്സ് ക്ലബ്ബുമായി ഗായകരും സംഗീത സംവിധായകരും അഭിനേതാക്കളുമായി അനേകർ സഹകരിച്ചു. KK ആൻ്റണി മാസ്റ്റർ, ഗിറ്റാറിസ്റ്റ് എമിൽ ഐസക്സ്, വയലിനിസ്റ്റ് റെക്സ് ഐസക്സ്, ദക്ഷിണാമൂർത്തി, റാഫി ജോസ്, NK അർജുനൻ എന്നിവരും സഹായത്തിനുണ്ടായി. കലാകാരന്മാർക്ക് പ്രതിഫലം പോയിട്ട് ബസ് കൂലി പോലും നൽകാൻ പണമില്ലാതിരുന്ന കാലം. തിരുഹൃദയ പ്രതിഷ്ഠ, മൃതസംസ്കാര കർമ്മങ്ങൾ, അൽമായരുടെ വലിയ ഒപ്പീസ്, ചെറിയ ഒപ്പീസ്, അന്നീത, പുലയടിയന്തരം, ശ്രാദ്ധം, സാധാരണ കുർബാന, പാട്ടുകുർബാന, തിരുനാൾ, റാസ്, വെഞ്ചരിപ്പുകൾ, വിശുദ്ധവാര ശുശ്രൂഷകൾ, പീഠാനുഭവ ചരിത്രം, തിരുനാൾ കർമ്മങ്ങൾ, ക്രിസ്മസ് പ്രാർത്ഥനകൾ, മെത്രാഭിഷേകം, ദേവാലയ പ്രതിഷ്ഠ, മരിച്ചവർക്ക് വേണ്ടിയുള്ള തിരുക്കർമ്മങ്ങൾ, വൈദികരുടെയും സന്യാസിനിമാരുടെയും മൃതസംസ്കാരം, മരണസമയത്തും മരണശേഷവുമുള്ള പ്രാർത്ഥനകൾ, മരിച്ചവരുടെ ഓർമ്മ, മരിച്ചവർക്ക് വേണ്ടിയുള്ള റാസ്, പാട്ടുകുർബാന, തിരുനാൾ കർമ്മങ്ങൾ, കൊടിയേറ്റ്, കൊടിയിറക്ക്, പ്രദക്ഷിണം, പ്രാർത്ഥനകളും ഗാനങ്ങളും, കൂദാശകൾ, വർഷാരംഭ വർഷാവസാന പ്രാർത്ഥനകൾ, ക്രിസ്തുമസ് രാത്രി, വിവാഹ സമ്മതം, ഊട്ടുനേർച്ച, രോഗി ശുശ്രൂഷ, പരിശുദ്ധ കുർബാനയുടെ വാഴ്വ്, സഭാവസ്ത്ര സ്വീകരണം, കാനൂന നമസ്കാരം, സങ്കീർത്തനങ്ങൾ, അടിമവയ്ക്കൽ പ്രാർത്ഥന, പട്ടം കൊടുക്കൽ ശുശ്രൂഷ എന്നിങ്ങനെ എല്ലാ വിശേഷ വിശുദ്ധ അവസരങ്ങളിലും ഉപയോഗിക്കാവുന്ന പാട്ടുകളും പ്രാർത്ഥനകളും അദ്ദേഹം തയ്യാറാക്കി. കേരളത്തിലെ വൈദികരും സമർപ്പിതരും സന്യാസ സഹോദരി സഹോദരന്മാരും വൈദിക വിദ്യാർത്ഥികളും അൽമായരും ഉപയോഗിക്കുന്ന കാനൂന നമസ്കാരവും ആബേലച്ചൻ്റെ രചനയാണ്. അവയിൽ ഭൂരിഭാഗത്തിന് ഈണം നൽകിയത് KK ആൻ്റണി മാസ്റ്ററാണ്. ആബേലച്ചൻ്റെ 100 കണക്കിന് പാട്ടുകളിലെ ഏതാനും പാട്ടുകളുടെ ആദ്യ വരികൾ മാത്രം ഞാനൊന്ന് ഓർത്തെടുക്കുകയാണ്. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം, നട്ടുച്ച നേരത്ത് കിണറിൻ്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു, മഹേശ്വര നിൻ സുദിനം കാണാൻ കഴിഞ്ഞ കണ്ണിന് സൗഭാഗ്യം, കണ്ണീരാര് തരും പശ്ചാത്താപത്തിൻ
പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ. നിത്യനായ ദൈവത്തിൻ പുത്രനാണു നീ, ലോകൈക രക്ഷകനാം ക്രിസ്തുവാണു നീ. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു. ഭാരതം കതിര് കണ്ടു, ഭൂമുഖം തെളിവ് കണ്ടു. മാർത്തോമ നീ തെളിച്ച മാർഗത്തിൽ ആയിരങ്ങൾ ആനന്ദശാന്തി കണ്ടു. മഞ്ഞും തണുപ്പും നിറഞ്ഞ രാവിൽ, വെള്ളിലാവെന്നും പരന്ന രാവിൽ, പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു. മഹിമയുടെ നാഥൻ ഉയർക്കുന്നു. ഞാനൻ നാഥനെ വാഴ്ത്തുന്നു, മോദം പൂണ്ട് പുകഴ്ത്തുന്നു. കാൽവരി മലയുടെ ബലിപീഠത്തിൽ തിരികൾ കൊളുത്തുന്നു. മാലാഹമാരുടെ ഭാഷ അറിഞ്ഞാലും മാലാഹമാരത്ത് ജീവിച്ചാലും പുലരിയിൽ നിദ്ര ഉണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു. അഗാധത്തിൽ നിന്ന് നിന്നെ വിളിക്കുന്നു, ദൈവമേ എൻ പ്രാർത്ഥന കേൾക്കണമേ. ഓശാന ഓശാന ദാവീദിൻ സുതൻ ഓശാന. കരയുന്ന ദൈവത്തെ കണ്ടോ, പാരിൽ അലയുന്ന ദൈവത്തെ കണ്ടോ. ദീപമേ, സ്വർലോക ദീപമേ, ജീവൻ പകർന്നിടുന്ന ദീപമേ, പാവനാത്മാവേ നീ വന്ന നേരം ഞാനൊരു പുത്തൻ മനുഷ്യനായി. ആദിയിൽ അഖിലേശൻ നരനെ സൃഷ്ടിച്ചു, അവനൊരു സഖിയുണ്ടായി, അവനൊരു തുണയുണ്ടായി. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ തൊടുകുറി അണിയുന്നു. സ്ലിഹന്മാരിൽ ഇറങ്ങി വസിച്ചൊരു പരിശുദ്ധാത്മാവേ, മാലാഖമാരുടെ അപ്പം, സ്വർഗീയ ജീവന്റെ അപ്പം, കാരുണ്യവാനായ ദൈവം മാനവലോകത്തിനേകി. താലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി, മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി, പാദങ്ങൾ കഴുകി. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. അമലോത്ഭവയാം മാതാവേ, ആഴത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. ഉണ്ണി പിറന്നു ബേത്ലഹേമിൽ, എത്രയും ദയയുള്ള മാതാവേ. കഴിയുമെങ്കിൽ ഈ പാനപാത്രമൻ പ്രിയദാത മാറ്റിത്തരണമേ. ദീപമേ, സ്വർലോക ദീപമേ, നീതിമാനാം യൗസേപ്പേ, നിത്യപിതാവേ കൈക്കൊള്ളണമേ. മരണത്താലേ മാനവനുലകിൽ, മലയാറ്റൂർ മുത്തപ്പ. മാലാഹമാരുടെ ഭാഷ അറിഞ്ഞാലും മാലാഹമാരുടെ അപ്പം, മിശിഹാ കർത്താവേ, മാനവരക്ഷകനെ. വിശ്വസിക്കുന്നു ഞങ്ങൾ, വിശ്വസിക്കുന്നു ഞങ്ങൾ. സർവാധിപനാം കർത്താവേ, സഹനം വഴിയായ മരണത്തിന്മേൽ ഞാനൻ പിതാവിൻ്റെ പക്കൽ അവനീപതിയാം അഖിലേശ്വരനെ വാഴ്ത്തിപ്പാടുവിൻ ആദരവോടെ. നീലാകാശം തിങ്ങിപ്പുലരും നീർത്തുള്ളികളെ, ദൂതന്മാരെ, കാറ്റേ കടലേ കാട്ടാറുകളെ, കനലേ കരയിൽ പൊരിയും വെയിലെ, കാടും മേടും മേഘാവലിയും തോടും പുഴയും പുൽത്തോപ്പുകളും, തളിരും മലരും മലർവാടികളും, മലയും മധുവും മാങ്കാവുകളും, മിന്നൽ പിണരും പർവ്വതനിരയും, പാട്ടുകൾ പാടും പറവയുമെല്ലാം, തിരമാലകളെ, ജലജീവികളെ, പുഞ്ചിരി തൂകും പൂഞ്ചോലകളെ, മഴയും മഞ്ഞും മാമലനിരയും, മലരുകൾ തിങ്ങും മഞ്ഞണി വയലും എന്നിങ്ങനെ എണ്ണമറ്റ ഗാനങ്ങൾ ആബേലച്ചൻ്റെ തൂലികയിലൂടെ പിറന്നവയാണ്. മഹിമയുടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ, കരുണയോടെന്നെ നിർത്തണമേ നല്ലവരുത്തു അലംഭാഗേ. അകൃത്രിമ സുന്ദരമായ ഇത്തരം പ്രാർത്ഥനകൾ പദ്യവിരോധികളുടെ പോലും നാവിലൂടെ വഴിഞ്ഞൊഴുകാൻ തുടങ്ങി. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ, വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ആ മാലാഖയുടെ വരവിൻ്റെ സജീവ ചിത്രം ആരുടെ മനസ്സിലാണ് കയറിയിരിക്കാത്തത്? മരിച്ചവരുടെ തിരുക്കർമ്മങ്ങളിൽ പോലും മനോഹര വരികൾ നിറഞ്ഞിരിക്കുകയാണ്. ആഴികടക്കും വർത്തകരെ പോൽ ഊഴിയിൽ അങ്ങനെ നീങ്ങുന്നു നാം. കരയെത്തുമ്പോൾ ധനമില്ലാത്തവർ കരയും, മറ്റവരാനന്ദിക്കും. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങുന്നൂനം. ഇവയൊക്കെ പാടുമ്പോഴോ ഇവ കേൾക്കുമ്പോഴോ പലരും ആബേലച്ചനെ ഓർക്കണമെന്നില്ല. ക്രിസ്ത്യൻ ആർട്സ് ക്ലബ്ബ് കുറച്ചു കാലത്തിന് ശേഷം കലാഭവൻ എന്ന നാമം സ്വീകരിച്ചു. ഗാനമേളയ്ക്കൊപ്പം മിമിക്രിയും അവതരിപ്പിക്കുക എന്ന ആശയം ആബേലച്ചൻ്റേതായിരുന്നു. സമൂഹത്തിലെ അവശരും നിരാശ്രയരുമായവർക്കും ആബേലച്ചൻ കലാഭവൻ വഴി അവസരമൊരുക്കി. വികലാംഗർക്ക് വേണ്ടി എറണാകുളം ചിൽഡ്രൻസ് പാർക്കിലും തിരുവനന്തപുരത്തെ ഓർഫനേജുകളിലെ അന്തേവാസികൾക്ക് വേണ്ടിയും കൊരട്ടി കുഷ്ഠരോഗ ആശുപത്രിയിലെയും വിയ്യൂർ ജയിലിലെയും രോഗികൾക്ക് വേണ്ടിയും സൗജന്യ കലാപരിപാടികൾ നടത്തിയതും സ്മരണീയമാണ്. കൂടാതെ കലാഭവൻ അക്കാഡമിയിൽ പഠിച്ചിരുന്ന നിരവധി നിർധന വിദ്യാർത്ഥികളുടെ പഠനച്ചെലവ് വഹിക്കാൻ ഉദാരമതികളായ സ്പോൺസർമാരെയും അച്ഛൻ കണ്ടെത്തി. യേശുദാസിന് പുറമെ സിനിമാ രംഗത്തെ നിത്യഹരിത നായകനായിരുന്ന പ്രേം നസീർ, കേന്ദ്രമന്ത്രിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായിരുന്ന CM സ്റ്റീഫൻ, ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മഹാകവി G ശങ്കരക്കുറുപ്പ്, സംഗീത സംവിധായകരായ ദക്ഷിണാമൂർത്തി, ജെറി അമൽദേവ് എന്നിവരും
അക്കൂട്ടത്തിൽ പെടുന്നു. കലാഭവൻ വഴി ആബേലച്ചൻ കൈപിടിച്ചുയർത്തിയ അഭിനേതാക്കളുടെയും ഗായകരുടെയും പട്ടിക വളരെ നീണ്ടതാണ്. സിനിമാ താരങ്ങളായ ജയറാം, ദിലീപ്, കലാഭവൻ മണി, സലിം കുമാർ, ഹരിശ്രീ അശോകൻ, കലാഭവൻ ഷാജോൺ, മച്ചാൻ വർഗീസ്, നാദിർ ഷാ, സിദ്ദിഖ് ലാൽ, റാഫി മക്കാർട്ടിൻ, KS പ്രസാദ്, കലാഭവൻ നവാസ്, ജാഫർ ഇടുക്കി, തെസ്നി ഖാൻ, അനു ജോസഫ്, കലാഭവൻ പ്രജോദ്, കലാഭവൻ റഹ്മാൻ, സൈനുദ്ദീൻ, ബിജുക്കുട്ടൻ, സുബി, അഫ്സൽ, ഹക്കിം റാവുത്തർ, നാരായണൻകുട്ടി, കലാഭവൻ അബി തുടങ്ങി എത്രയോ കലാകാരന്മാരെയും കലാകാരികളെയും അദ്ദേഹം സിനിമയിലെത്തിച്ചു. കർമ്മലകുസുമം മാസികയുടെ പത്രാധിപർ ഫാദർ ഡോക്ടർ ജോസി കൊല്ലം മാലിൽ തയ്യാറാക്കിയ സുദീർഘമായ പഠനത്തെ ആസ്പദമാക്കിയാണ് ഞാൻ ഈ അവതരണം നടത്തിയത്. ജോസി അച്ഛനോടും കർമ്മലകുസുമം മാസികയോടും സസ്നേഹം കടപ്പാട് അറിയിക്കുന്നു. നന്ദി.